ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തോട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഓഫീസിലൊരു ടീം ലഞ്ച് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര. ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോകുന്നുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ബോറടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഒരു വ്ളോഗ് എടുത്താലോ എന്ന്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീം ലഞ്ച് വിശേഷങ്ങളാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കല്ല ട്രാവൽ ചെയ്യുന്നത്. ഈ ട്രെയിനിൽ എൻ്റെ കൊളീഗ്സ് ഉണ്ട്, പക്ഷേ അവരങ്ങ് ദൂരെ ആയതുകൊണ്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എറണാകുളം ജംഗ്ഷനിൽ എത്തിയിട്ട് മീറ്റ് ചെയ്യാമെന്ന്. രാവിലെ തിരക്കിട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ 2 പഴം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നന്നായി വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പതിയെ പഴമൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ട്രെയിൻ ഇറങ്ങി എല്ലാവരെയും മീറ്റ് ചെയ്തു. ഇനി ഒരു കുട്ടിയും കൂടി നമ്മുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ കേട്ടോ. ആ കുട്ടി പാലക്കാട് നിന്ന് ഇവിടെ ഓൾറെഡി ട്രെയിൻ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ നടക്കുന്നത്. ഹലോ, അങ്ങനെ നമ്മുടെ ട്രെയിനിലുണ്ടായിരുന്ന എല്ലാവരും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവിടെ നിന്ന് മെട്രോ കയറി നമ്മൾ പാലാരിവട്ടം പോയിട്ട് ഇറങ്ങും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ മെട്രോ ടിക്കറ്റൊക്കെ എടുത്ത് മെട്രോ കയറാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ കൂടെ ഉള്ളവർക്കൊക്കെ നന്നായി വിശന്നു കേട്ടോ. അവർക്ക് പുലർച്ചെ 4 മണിക്കൊക്കെ ട്രെയിൻ കയറിയതായിരുന്നു. കാരണം അവർക്ക് കണ്ണൂർ, കോഴിക്കോടൊക്കെ നിന്നുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് നന്നായി വിശന്നപ്പോൾ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ മെട്രോ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറി പാലാരിവട്ടത്ത് ഇറങ്ങി പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് എറണാകുളം കാക്കനാടുള്ള ബിഗ് മൗത്ത് റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ ടീം ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ബിഗ് മൗത്തിലോട്ട് പോകാനായിരുന്നു കേട്ടോ പ്ലാൻ. അപ്പോൾ നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ഓട്ടോ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി നമ്മുടെ റെസ്റ്റോറൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ബിഗ് മൗത്തിൽ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യം തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പുറത്തൊക്കെ കുറച്ച് നേരം നിന്നു. ഇനി നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. സെലിബ്രിറ്റി അകത്തോട്ട് കയറിയപ്പോൾ ഉള്ളിലൊക്കെ നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. താഴെ അതുപോലെ മുകളിലോട്ടും ഉണ്ടായിരുന്നു. അതുപോലെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ആർട്ട് വർക്കൊക്കെ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ രീതിയിലുള്ള ഫാമിലി ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ ഒരു ടീം ലഞ്ചൊക്കെ നടത്താൻ പറ്റിയ ടൈപ്പ് ഒരു റെസ്റ്റോറൻറ്റ് ആയിരുന്നു കേട്ടോ അത്. ഈ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ അവർ നമുക്ക് ടീം ലഞ്ചിന് വേണ്ടി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ബാക്കിയുള്ള ടീം മെമ്പേഴ്സൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഫുഡ് കിട്ടാൻ അത്ര ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ആദ്യം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്വീറ്റ് കോൺ വെജ് സൂപ്പ് ആയിരുന്നു കേട്ടോ. പൊതുവെ എനിക്ക് സൂപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ സൂപ്പ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ഏവറേജ് ആയിരുന്നു കേട്ടോ. ഇതിൽ ബട്ടർ പെപ്പർ ഗാർലിക് പ്രോൺസ് ആയിരുന്നു കേട്ടോ എനിക്ക് അന്ന് കഴിച്ചതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. എന്താണെന്നറിയില്ല, ടെൻഷനാണ് കഴിക്കാൻ.
നമ്മൾ നെക്സ്റ്റ് ഓർഡർ ചെയ്തത് ഈ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. ഇത് മിക്സ്ഡ് സീ ഫുഡ് ബക്കറ്റാണ്. ഇതിൽ പല ടൈപ്പ് സീ ഫുഡ്സ് ഉണ്ടായിരിക്കും കേട്ടോ. ഒക്ടോപ്പസ്, സ്ക്വിഡ്, ക്രാബ്, അങ്ങനെ എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു സീ ഫുഡ് ബക്കറ്റാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ക്രാബാണ് ഗൈസ്. നീരാളി. അതെ, അതെങ്ങനെ കഴിക്കുന്നത് മാത്രം അറിയില്ല. അതല്ല മറ്റേത് എന്താ എന്താണോ സ്റ്റുഡാണോ? നേരത്തെ നമ്മൾ കണ്ട സീ ഫുഡ് ബക്കറ്റിൽ സീ ഫുഡ് ഒരു കറി ടൈപ്പ് ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാർക്കോൾ മിക്സ്ഡ് സീ ഫുഡ് പ്ലാറ്റർ ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുടിക്കാനും സമയക്കില്ലേ? അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫുഡൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. ഇനി അടുത്തായിട്ട് ഇവിടെ നിന്നിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. അതാണ് നെക്സ്റ്റ് പ്ലാൻ. ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോകാനുള്ള ടൈമായി. അതിനു മുമ്പ് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ. അങ്ങനെ അടിപൊളി ലഞ്ചിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കാറിലായിരുന്നു കേട്ടോ നമ്മൾ മെട്രോ സ്റ്റേഷൻ വരെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ടിക്കറ്റൊക്കെ എടുത്തു ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ട്രെയിൻ വരാൻ ഇനിയും 1 hour നമ്മൾ വെയിറ്റ് ചെയ്യണം. റെയിൽവേ സ്റ്റേഷനിൽ തിരക്കൊക്കെ കണ്ടപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രെയിനിൽ നമുക്ക് സീറ്റൊന്നും കിട്ടില്ല എന്ന്. അപ്പോൾ വിചാരിച്ച പോലെ നമുക്ക് ട്രെയിനിലൊന്നും സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 8 മണി ആയപ്പോഴേക്കും നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ചിക്കു കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെയിനിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടീം ലഞ്ച് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.